സംഘടിപ്പിച്ച് കൊച്ചിയിൽ വൃദ്ധർക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ഹെൽപ്പേജ് ഇന്ത്യയാണ് വൃദ്ധർക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. കേരളത്തിൽ വൃദ്ധർക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുള്ള വാർത്തകൾക്കിടയിലും ലോക വൃദ്ധദിനം കൊച്ചിയിൽ ഒരു കൂട്ടം വൃദ്ധർക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു. ഹെൽപ്പേജ് ഇന്ത്യ സംഘടിപ്പിച്ച ഒരു ഉല്ലാസയാത്രയിൽ 40 വൃദ്ധർ വീണ്ടും അവരുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി. ഞാറക്കലിലെ അക്വാ ടൂറിസം വില്ലേജിൽ ഒരു ദിവസത്തെ കൂട്ടായ്മയിൽ പലരും സന്തോഷവും സങ്കടവും പിന്നെ നാട്ടുകാര്യങ്ങളും പങ്കുവച്ചു. തടാകത്തിൽ ബോട്ട് സവാരി നടത്തി, തണലിൽ വിശ്രമിച്ചു. എല്ലാവരും 60-നും 80-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. വൃദ്ധരുടെ തലമുറയെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് തൃപ്പൂണിത്തുറ സീനിയർ സിറ്റിസൺ ഫോറം പ്രതിനിധി NR വെങ്കടാചലം പറഞ്ഞു. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ വയസ്സാവാതെ പലർക്കും വയ്യാതെ വരിക, ചിലരൊന്നും ഹെൽപ്പ് ചെയ്തിരിക്കും, വളരെ ചെറുപ്പം വരെ ഹെൽപ്പ് ചെയ്തിരിക്കാറുള്ളൂ. നമ്മൾ വയ്യാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതി നോർമൽ അല്ലാത്തതുകൊണ്ട് ആ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. അപ്പോൾ പ്രകൃതി അനുശാസിക്കുന്ന ജീവിക്കാനുള്ള അറിവും നമുക്ക് കിട്ടണം. അത് നമുക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ കിട്ടണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നാളത്തെ പൗരന്മാരെ കുറച്ച് ബെറ്റർ ഇൻഡിവിജ്വലായി ജീവിക്കാൻ പറ്റും. വൃദ്ധരെ തിരസ്കരിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നു എന്ന കാര്യം അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഹെൽപ്പേജ് ഇന്ത്യ പ്രതിനിധി ഫെബി പറഞ്ഞു. ഈ ഒറ്റപ്പെടൽ വൃദ്ധരെ വൈകാരികമായി നിസ്സഹായരാക്കി മാറ്റുമെന്നും ഫെബി കൂട്ടിച്ചേർത്തു. അതായത് നെഗ്ലക്ഷൻ കൂടി വരികയാണ്. അതേപോലെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂറിയാട്രിക് പോപ്പുലേഷൻ വളരെയധികം കൂടി വരികയാണ്. തേവരയിലെ അഗതികളുടെ സഹോദരിമാർ നടത്തുന്ന അഗതി മന്ദിരത്തിലെ അന്തേവാസികളായിരുന്നു യാത്രയിൽ പങ്കെടുത്ത അധികം പേരും. തൃപ്പൂണിത്തുറ സീനിയർ സിറ്റിസൺ ഫോറം പ്രതിനിധികളും യാത്രയെ സ്മരണീയമാക്കി. എത്ര മനോഹരമാണ് ഇതിന്റെ ഇവർക്ക് ഇനിയും നൂറുകണക്കിന് വൃദ്ധദിനങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്നാണ് ഇവരുടെ പ്രാർത്ഥന. ക്യാമറാമാൻ മില്ലിനോടൊപ്പം CA പ്രമോദ് ബാബു, കൊച്ചി.